യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ വഴി ഇറാൻ കൈമാറിയിട്ടുള്ള 14 ഉപാധികൾക്ക് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് മറുപടി ലഭിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇറാൻ പറയുന്ന ഈ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. എന്നാൽ അതിനിപ്പോൾ വ്യക്തമായ രൂപത്തിലുള്ള മറുപടിയാണ് പാകിസ്ഥാൻ മുഖേന ഇറാന് ലഭിച്ചിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ മന്ത്രി പറയുന്നത്, വി വിൽ റിവ്യൂ ദി മാറ്റർ ആൻഡ് അനൗൺസ് അവർ പൊസിഷൻ. അമേരിക്കയിൽ നിന്ന് ലഭിച്ച ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഉടൻ അനൗൺസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 14 കാര്യങ്ങളാണ് അമേരിക്കക്ക് മുന്നിൽ ഇറാൻ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഉപാധികൾ. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് ഇറാൻ അമേരിക്കക്ക് മുന്നിൽ വെക്കുന്ന എല്ലാ ഉപാധികളിലും അവസാനത്തെ കാര്യമാണ് ന്യൂക്ലിയർ ടോക്സ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കാര്യവും പ്രഥമവും പ്രധാനപ്പെട്ടതും അത് ന്യൂക്ലിയർ ടോക്സ് തന്നെയാണ്. പക്ഷെ ആ കാര്യത്തെ ഇറാൻ അവസാനത്തേക്ക് മാറ്റുകയും ഇറാന്റെ മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അതിനു മുമ്പായി പരിഹരിക്കുക എന്നതാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. എന്നാൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് എന്തൊരു തീരുമാനമായിരിക്കും അമേരിക്ക അറിയിച്ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും അമേരിക്ക ആ ഒരു ഇറാന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞ് യുദ്ധം പ്രഖ്യാപിക്കുന്ന സാഹചര്യമല്ല ഉള്ളത്. നേരെ മറിച്ച് അമേരിക്കയുടെ പ്രതികരണം പാകിസ്ഥാൻ വഴി ഇറാന് നൽകിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഒരു സൈനിക നടപടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി തന്നെയാണ്. അത്തരം ഒരു സൈനിക നടപടിയിലേക്ക് ഇനിയും പെട്ടെന്ന് ചാടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ കടലിൽ ചില നീക്കങ്ങൾ നടത്താൻ അമേരിക്ക ശ്രമിക്കുന്നു. അതിനെ ചെറുത്തു നിൽക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ഇറാൻ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെയൊന്നും ഒരു പരസ്യമായ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കുക എന്ന് തന്നെയാണ് ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതുപോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിലപാട്.